പുതിയ ആൾക്കാർ വരികയാണ്, പുതിയ സിനിമകളും പുതിയ ചിന്തകളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമ, സിനിമ എന്നതിനേക്കാളപ്പുറം ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പ്രകടനങ്ങൾ കാണുന്നത്. ഷാഹി കബീറിൻ്റെ തിരക്കഥ മാറ്റം ഷാഹി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ, പുതുമുഖമെന്ന് പറയാമെങ്കിലും അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഒരുപാട് സിനിമകളുടെ കൂടെ ഒരുപാട് സംവിധായകരുടെ കൂടെ സ്വന്തം നാട്ടുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. അപ്പോൾ ഷാഹിയും ജിത്തുവും ഞാനും എന്ന് പറയുന്ന ആലപ്പുഴക്കാരുടെ കൂടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ അതിനപ്പുറം നല്ല സിനിമകളെ സ്നേഹിക്കുന്നു, നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട ജോണറുകളും എൻ്റർടൈനിങ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടുവരുന്നുണ്ട്. കാരണം തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുന്നു, നല്ല സിനിമകളെ ഇത് കഴിയുന്ന പ്രേക്ഷകർ സ്വീകരിക്കുന്നു. ഏത് തരത്തിലുള്ള ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും ഇത് അക്സെപ്റ്റബിൾ ആവും എന്നുള്ള ഒരു വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ പോകുമ്പോൾ പോലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് സിനിമ തിയേറ്ററുകളിൽ ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമകൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഗണത്തിൽപ്പെടാവുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തിലാണ് കഥ സംഭവിക്കുന്നത്. കൂടെ പ്രിയാമണി ഒരു വളരെ ശക്തമായ കഥാപാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ മനോജ് കെ, പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ അതിലുണ്ട്. അത് അതേ രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. തുടക്കം തന്നെ പോലീസ് സ്റ്റേഷൻ സെറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ, അപ്പോൾ ഒരു ആക്ഷൻ ചിത്രം ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഇതൊരു പോലീസ് കഥ എന്ന് നമുക്കൊരിക്കലും അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് പോലീസ് സ്റ്റോറി എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ആ ഒരു ഫാക്ടറുണ്ട്. അതിനപ്പുറം ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഞങ്ങളിത് ആഗ്രഹിക്കുന്നത്. ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോലീസ് കഥയുടെ ഒരു ഷെയ്ഡ് ഉണ്ടാവും. പക്ഷെ അതിനപ്പുറമായിട്ട് ഉള്ള ഒരു ജീവിതഗന്ധിയായ കാര്യങ്ങളുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാനുള്ള കുറച്ച് ഒരു ഏരിയ ഉണ്ട് ഇതിൽ. അതാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിലൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത്, ഹരിശങ്കർ എന്ന് പറയുന്നത് അത് കഥാപാത്രം. പക്ഷേ ത്രൂ ഔട്ട് ഒരു പോലീസ് ക്യാരക്ടറിനപ്പുറം നമ്മൾ ഇയാളുടെ ഒരു ഇമോഷണൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പോലീസിനപ്പുറമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ടിവിറ്റി എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വളരെ ത്രില്ഡാണ്. കാരണം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡെപ്തുള്ള ഇതുവരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രമായിട്ട് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ക്രൂവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും.